ഈ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്, പ്രത്യേകിച്ച് BJP അണികൾ. പക്ഷേ ആ പ്രതീക്ഷയിലൊന്നും കാര്യമില്ലെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കെ സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ നിർണായക യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല രാജീവ്. ഇത് ആ പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ. കാരണം ഇനി ഒരു വർഷത്തിനിടയിൽ 2 തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന് ഇത്തരം നേതാക്കളെ മാറ്റി നിർത്തി പോയാൽ BJPയുടെ അവസ്ഥ എന്തായിരിക്കും? ശ്രീത് പറഞ്ഞ ഈ ഒരു കാര്യം ഞാനും അറിഞ്ഞു. ഇത് ആദ്യം കൊണ്ടുവന്ന ചാനൽ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ TV ആണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചിടുന്നതാണ്. റിപ്പോർട്ടർ TV അല്ലേ, കുത്തിത്തിരിപ്പിൻ്റെ ആശാനാണല്ലോ. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീടൊരു ചർച്ചയിൽ പറയാം. ഇതിപ്പോൾ നമുക്കറിയാം, കുറേ നാളിന് മുമ്പ് BJPയിൽ ഇത്തരത്തിലുള്ള കോൺഗ്രസിനെ പോലെ തന്നെ അകത്ത് അടികളുണ്ട് എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു. അതൊന്ന് മാറി വരുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. തൃശ്ശൂർ തെരഞ്ഞെടുപ്പും സുരേഷ് ഗോപി വിജയിച്ചതും കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒരു വിജയം കരസ്ഥമാക്കിയത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് പൊതുവെ ഒരു മോദി പ്രഭാവം കേരളത്തിലും ഉണ്ടായി, മോദി ഫാൻസ് കേരളത്തിലും ഉണ്ടായി എന്ന് തന്നെ പറയാം. മോദിയുടെ ഒരു പ്രഭാവമാണ് കേരളത്തിലും താമര വിരിഞ്ഞത്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ചില ധർമ്മിഷ്ഠ പരിപാടികൾ, അതായത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനുഷ്യരോടുള്ള സഹജീവികളോടുള്ള സ്നേഹം, അതാണ് തൃശ്ശൂർ. അല്ലാതെ BJP എന്ന് പറയുന്ന കേരള ഘടകത്തിനെ മാത്രം മുൻനിർത്തിയല്ല അവിടെ ഒരു വിജയം സാധിച്ചത്. പക്ഷേ അതിൽ നമുക്കറിയാം, സുരേന്ദ്രനാണെങ്കിൽ ഈ പറഞ്ഞ വി മുരളീധരനാണെങ്കിലും ഈ പറഞ്ഞോണം വലിയൊരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തത്. പക്ഷെ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് BJPയുടെ അടുത്ത ശ്രീത്ത് പറഞ്ഞതുപോലെ 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ആ 2 തെരഞ്ഞെടുപ്പുകളെ ഈ 2 പേരെയും മുൻനിർത്തിക്കൊണ്ട് വേണം BJP മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ കോൺഗ്രസ്സിൽ ഇതിൽ പല കാര്യങ്ങളുണ്ട്. അവർ ഈ പരസ്പരം അടിയുണ്ടെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് അതാണ് കാരണം. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ BJPക്ക് മുകളിൽ നിൽക്കാനാണ് ഇപ്പോൾ UDF വലിയ രീതിയിൽ ശ്രമം നടത്തുന്നത്. കാരണം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, ഈ 2026 അധികാരത്തിൽ വരിക എന്നത് അവരുടെ ലക്ഷ്യമായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ BJP കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ UDF ശ്രമം നടത്തുമല്ലോ. തീർച്ചയായിട്ടും ശ്രമം നടത്തും. കാരണം അവർക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്രത്തോളം വിജയം ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികൾ, അതായത് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതും അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്താനൊന്നും UDF അത്രത്തോളം വിജയിച്ചില്ല. പക്ഷേ ഇപ്പോൾ BJPക്ക് അങ്ങനെയല്ല. BJP അടിത്തറയിൽ നിന്ന് പ്രവർത്തനം നടത്തുകയും ഇപ്പോൾ ഇന്നത്തെ ഒരു മാധ്യമത്തിൽ തന്നെ ഞാൻ കണ്ടതാണ്, BJP തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. അതേപോലെ തന്നെ LDFും തുടങ്ങിക്കഴിഞ്ഞു. UDF ഉള്ളൂ അതിൽ മുന്നിട്ട് ഇറങ്ങാത്തത്. പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഞാൻ പറഞ്ഞു തന്നത്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDFിൽ കാണാൻ പറ്റുന്നത് അവർ മുതിർന്ന നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ പിന്നിരയിൽ യുവ നേതാക്കൾ പ്രവർത്തിക്കുകയും ഒരു ഒത്തൊരുമ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ലോക്സഭ, നിലമ്പൂർ ബൈ ഇലക്ഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മയുണ്ട് പരസ്പരം. ഇന്ന് പോലും രമേശ് ചെന്നിത്തലയും VD സതീശനുമായിട്ട് വലിയൊരു പോര് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തർക്കങ്ങൾ. പക്ഷേ ഇനിയിപ്പോൾ ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, ഇവർ ചങ്കും ചങ്കോ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അത് BJPയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു CPMലും അത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വലിയ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. BJPയിൽ ഇത് തന്നെയാണ്. എത്രയോ നാൾ മുമ്പേ BJPയിൽ കുറേ മണ്ഡലങ്ങൾ പിടിക്കാൻ പറ്റുന്നതായിരുന്നു. അത് നിയമം തന്നെ നഷ്ടപ്പെടാനുള്ള കാരണം ഇതൊക്കെ തന്നെ, ഇവരുടെ ഉള്ളിലുള്ള തർക്കങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം. അല്ല, കേന്ദ്രം അങ്ങനെയാണ് ചെയ്തത്. 2 ഗ്രൂപ്പുകൾ തമ്മിൽ, കൃഷ്ണദാസ് പക്ഷവും വി മുരളീധര പക്ഷവും തമ്മിൽ വലിയ തർക്കമുള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് തർക്കത്തിന് ഒരു മാറ്റമില്ല. ഇപ്പം ഈ പറഞ്ഞ വി മുരളീധരനും കെ സുരേന്ദ്രനെയും ഒഴിവാക്കിയെന്നുള്ളൂ. ഒരു പക്ഷേ അത് നമ്മൾ അല്ലാതെ ചർച്ച ചെയ്യുമ്പോൾ അത് ശരിക്കും അവരെയും കൂടി സംസ്ഥാന നേതൃത്വം നടത്തുന്ന സംസ്ഥാന യോഗമാണ്. അപ്പോൾ ആ യോഗത്തിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനേക്കാളും കുറച്ചുകൂടി രാഷ്ട്രീയം എന്താണ്, തന്ത്രങ്ങൾ എന്താണ്, കേരളത്തിൻ്റെ കാലാവസ്ഥ മീൻസ് രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ്, അത് കൂടുതൽ അടുത്തറിയാവുന്ന മുതിർന്ന നേതാക്കളാണ്. ഇപ്പോൾ കുമ്മനമാണെങ്കിലും വി മുരളീധരനാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇവരെ കൂടി മുൻനിർത്തി വേണമായിരുന്നു ആ നേതൃയോഗം. അല്ലാതെ ഇനിയിപ്പോൾ അടുത്ത യോഗം വിളിക്കാൻ ഞങ്ങൾ ക്ഷണിക്കാമെന്നുള്ളതല്ലല്ലോ പറയും. ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാണ്. ഇത് BJPയുടെ അടിത്തറ ഇളക്കുന്നതാണ്. ഇത് ഇടതും വലതും ഇത് പ്രയോജനപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം തമ്മിലടി മൂലം UDFന് നഷ്ടമായ 2 തവണയാണ്. ഈ 2
തവണ BJPക്ക് അങ്ങോട്ട് കയറി വന്നില്ല, കയറി വരുന്നതിന് മുമ്പേ അടിച്ചിടാൻ പറ്റുന്ന, പ്രത്യേകിച്ച് UDF അത് അടിച്ചിടുക തന്നെ ചെയ്യും. അപ്പോൾ അത് മറയേണ്ട സമയം സന്ദർഭവുമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി കളത്തിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നിലമ്പൂർ ബൈ ഇലക്ഷൻ രാജീവിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ബാക്കിയുള്ള പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ പരിഗണിക്കാതിരിക്കുന്ന ഒരു കാലാവസ്ഥ ഇവിടെ ഉണ്ടോ? ഉള്ളതാണല്ലോ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ വിളിക്കേണ്ടുന്നതല്ലേ അല്ലേ? പ്രധാനപ്പെട്ട നേതാക്കൾ വരാത്തത് കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം. UDFന്റെ കാര്യത്തിലോട്ട് കിടക്കുവാണെങ്കിൽ ഇപ്പോൾ കെ സുധാകരനെ അവർ തഴഞ്ഞിട്ടതാണ്. പക്ഷെ കെ സുധാകരന് ഇന്ന മണ്ഡലം, VD സതീശൻ ഇന്നത് നോക്കണം, രമേശ് ചെന്നിത്തല ഇന്നത് നോക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡിബേറ്റ് ചെയ്തു കഴിഞ്ഞു. മുൻനിരയിൽപ്പെട്ട നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് വേണം യുവതലമുറ കളിക്കാൻ. എന്നാലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വിജയം ഉണ്ടാവും. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇത്ര % വോട്ട് വർധനവ് ഉണ്ടാവും, ഇന്ന സ്ഥാനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, കേരളം അറിയുന്ന നേതാക്കളാണ് BJPയിൽ. അവരെ മുൻനിർത്തി കളിക്കണം. അവരെ മുൻനിർത്തി ജനങ്ങളുടെ ഇടയിൽ എടുത്താലേ ഇവർ ഈ പറയുന്നതിനുള്ള വോട്ട് വർധനയുണ്ടാവും. 2031 അടുത്ത BJP സ്ഥാനം വരണമെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടത്തുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ ഞാനൊരു ചർച്ചയെ പറഞ്ഞതാണ്, അത് തെറ്റാണ്. നിങ്ങൾ ജയമോ പരാജയമോ അല്ല, പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ മോദി നടത്തിയിരുന്നത് ഇന്ത്യയിൽ ഒരു വലിയ ചലനമാണ്. മോദി പ്രഭാവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നിലമ്പൂരിൽ എത്രമാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാമോ അവിടെ പരാജയമായിരിക്കാം. പക്ഷെ വോട്ട് മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലമ്പൂരിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം, അവിടെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് കണ്ടെത്തി വീണ്ടും പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ നിലമ്പൂർ ബൈ ഇലക്ഷന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമേറ്റത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അത് ഞാൻ പറയും പൊട്ടിയെന്ന് തന്നെ പറയും. കാരണം നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത് തുടക്കം തന്നെ രാജീവിന്റെ അഭിപ്രായം അവിടെ മത്സരിക്കണ്ട എന്നായിരുന്നു. എന്നിട്ടും വീണ്ടും മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതങ്ങ് മാറി. കാരണം മത്സരിക്കണ്ട എന്ന് പറയരുതായിരുന്നു. ആ പറച്ചില് തന്നെ നിലമ്പൂർ ജനത കണ്ടോണ്ടിരിക്കുകയാണ്. BJP ഇത്ര തവണയുള്ള അവർക്കത് പ്രാധാന്യമില്ല. പക്ഷെ ഞങ്ങൾ ജയിക്കുമ്പോൾ ഇപ്പോൾ LDF ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാടെ. അവർക്കറിയാം അവർ നോക്കുമെന്ന്, അവർക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. പക്ഷെ അവർ ഇറങ്ങിയ ആ ഒരു നന്നായിട്ട് സാമ്പത്തികം ചെലവഴിച്ച് തന്നെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. അപ്പം ജയവും പരാജയവും അല്ല, ഇതിൽ എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, എന്തെല്ലാം രീതിയിലുള്ള പ്രചരണം നടത്തുക. ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു രാജീവ് ചന്ദ്രശേഖരന്. ഒരു പക്ഷേ ഇപ്പം രണ്ടാമത് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ജനങ്ങളുടെ വികാരം എന്താണ്, എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ അതിൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിൽ പ്രാധാന്യം നൽകുന്ന അതിൽ ഉള്ള ജനങ്ങളുണ്ട്. ഇപ്പം എനിക്കും ശ്രീധനും ചിലപ്പോൾ ഓരോ പാർട്ടിയാണ്. പക്ഷെ ഇതൊന്നും പാർട്ടിയൊന്നും ഇല്ലാതെ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങളുടെ വോട്ടാണ് പ്രധാനപ്പെട്ടത്. എല്ലാ മണ്ഡലത്തിലും ഒരു 10%. അതെ, അതുണ്ട്. അപ്പൊ ആ ജനങ്ങൾ എങ്ങനെ, ആരെ, എവിടേക്ക്, എത്ര % ഈ ഒരു കാൽക്കുലേഷനിൽ വേണമായിരുന്നു പ്രവർത്തനം നടത്താൻ. അതിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് പറ്റില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങളുടെ വികാരവും മനസ്സും മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കണം. അതിന് ഒരു ഗുരുതുല്യരായിട്ടുള്ള അങ്ങനെ തന്നെ അദ്ദേഹം കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്ന അവരെ അവഗണിച്ചത് തീർത്തും അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മ തന്നെയാണ്. ഈ രാഷ്ട്രീയത്തിലെ പക്വതയില്ലായ്മ തന്നെയാണ്. തീർത്തും അവരെയും കൂടി കാരണം അവർക്ക് തന്നെ അവരുടെ ചുറ്റും നിൽക്കുന്ന അണികളുണ്ട്, അവർക്ക് ഈ പറഞ്ഞ ആരാധകരുണ്ട്, അവരുടെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അത് ഒരിക്കലും രാജീവ് ചന്ദ്രശേഖരന് അത്രത്തോളം എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ കൂടി ചേർത്ത് നിർത്തുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് BJP ഒരു പ്രവർത്തനം നടത്തി ഒരു പക്ഷേ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഒരു വൻ വിജയം BJPക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം കരസ്ഥമാക്കാൻ പറ്റും. കാരണം അവരുടെ പല കാര്യങ്ങളും ഇപ്പം കേന്ദ്രം നടത്തുന്ന പല സംഭാവനകളും പല കാര്യങ്ങളും ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടി എന്നുള്ള ഒരു വിരോധാഭാസം ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള നിലവിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഒരു വികാരം നിലനിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്.